കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി പലർക്കുമുള്ള സംശയമാണ്. പലരും കമൻ്റ് ഇട്ട് ചോദിക്കുന്നുണ്ട്, ഈ ഒരു കാര്യത്തെപ്പറ്റി ഒന്ന് വിശദമായി പറയാമോ എന്ന്. അതായത് ഏകാദശി 2 തരമുണ്ടോ? ഭൂരിപക്ഷ ഏകാദശിയും ആനന്ദപക്ഷ ഏകാദശിയും. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് എടുക്കാൻ സാധിക്കുമോ? ഏതാണ് എടുക്കുന്നത്? എങ്ങനെയാണ് ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നത് എന്നൊക്കെ ഒരു സംശയം കുറച്ച് ദിവസങ്ങളായി പലർക്കും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. അതായത് നമ്മുടെ ഏകാദശി വീഡിയോ സ്ഥിരമായി, അതായത് മാധവത്തിലെ ഏകാദശി വീഡിയോ സ്ഥിരമായി കേൾക്കുന്ന എല്ലാവർക്കും അറിയാം, നമ്മൾ ആചരിക്കുന്നത് ഏതാണ്? വൈഷ്ണവ ഏകാദശിയാണ്. അതായത് ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ആ ഏകാദശിയാണ് നമ്മൾ എടുക്കുന്നത്. എല്ലാ ഏകാദശി വീഡിയോകളിലും നമ്മൾ കൃത്യമായി ഏകാദശി തിഥി അത് പറയാറുണ്ട്. ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ദിവസമാണ് നമ്മൾ വൈഷ്ണവ ഏകാദശിയായി എടുക്കുന്നത്. അതായത് പലരും പലപ്പോഴും നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, കലണ്ടറിൽ ഏകാദശിയായി കാണുന്നത് ഇന്ന ദിവസമാണല്ലോ. ഉദാഹരണത്തിന് കലണ്ടറിൽ നോക്കുമ്പോൾ ഏകാദശി 5-ാം തീയതി, നമ്മൾ വീഡിയോ ഇടുമ്പോൾ ഏകാദശി 6-ാം തീയതി. ഇതിലേതാണ് എടുക്കേണ്ടത് എന്ന ഒരു സംശയം ധാരാളം ആളുകൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. അതായത് ആദ്യമായി വീഡിയോ കാണുന്ന ആളുകൾ, പണ്ട് മുതലേ കണ്ടുവരുന്ന ആളുകൾക്കെല്ലാം തന്നെ കൃത്യമായി ഇതിൻ്റെ ഉത്തരം അറിയാം. അതായത് നമ്മൾ എടുക്കുന്നത് ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ആ പുണ്യമായ ദിവസമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ഡേറ്റും കലണ്ടറിലെ ഡേറ്റും തമ്മിൽ പലപ്പോഴും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഒരു ദിവസത്തെ വ്യത്യാസം. ഇവിടെ കൃഷ്ണപക്ഷ ഏകാദശിയുമുണ്ട്, ശുക്ലപക്ഷ ഏകാദശിയുമുണ്ട്. അതുപോലെ മറ്റൊരു പേരാണ് ഭൂരിപക്ഷ ഏകാദശിയും ആനന്ദപക്ഷ ഏകാദശിയും. ഞാൻ ആദ്യം പറഞ്ഞ കൃഷ്ണപക്ഷവും ശുക്ലപക്ഷവും പോലെയല്ല, ഇതിനൊരു ചെറിയ വ്യത്യാസമുണ്ട്. അതായത് ഭൂരിപക്ഷ ഏകാദശി എന്ന് പറയുന്നത് ഉദയത്തിൽ ദശമി വരികയും അതിനുശേഷം ഏകാദശി വരികയും ചെയ്യുന്നതാണ്. പലപ്പോഴും കലണ്ടറിൽ ഉദയത്തിൽ ദശമി വരികയും പിന്നീട് ഏകാദശി വരികയും ചെയ്യുന്ന ദിവസം കലണ്ടറിൽ ഏകാദശിയായി എഴുതി വെക്കും. അതായത് രാവിലെ ചിലപ്പോൾ ഒരു 10 മണി അല്ലെങ്കിൽ ഒരു 7 മണി വരെ ദശമി ആയിരിക്കും. 7 മണി കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ടെല്ലാം ഏകാദശിയായിരിക്കും. പിറ്റേ ദിവസം, അതായത് ഇപ്പം ഞാൻ പറഞ്ഞു 4-ാം തീയതി എന്ന് പറഞ്ഞു, 4-ാം തീയതി ഇങ്ങനെയാണെങ്കിൽ 5-ാം തീയതി കുറച്ച് സമയം മാത്രമേ, അതായത് ഉദയത്തിൽ കുറച്ച് സമയം മാത്രമേ ഏകാദശി കാണുകയുള്ളൂ. ബാക്കി കൂടുതലും മഹാദ്വാദശി ആയിരിക്കും. ധാരാളം ആളുകൾക്ക് സംശയം തോന്നും, ഏകാദശി വീഡിയോയിൽ പറയുന്നതനുസരിച്ച് കുറച്ചല്ലേ ഉള്ളൂ, തലേ ദിവസമല്ലേ എടുക്കേണ്ടത് എന്നുള്ള സംശയം പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. അവിടെ നമ്മൾ തലേ ദിവസം എടുക്കാത്തതിൻ്റെ കാരണം ഉദയത്തിൽ എന്താണ്? ദശമിയാണ്. പിറ്റേ ദിവസം വരുമ്പോൾ ഉദയത്തിൽ ഏകാദശിയാണ്, പിന്നീട് മഹാദ്വാദശിയാണ്. വൈഷ്ണവ വിശ്വാസപ്രകാരം ഏകാദശിയോളം അല്ലെങ്കിൽ ഒരു പടി കൂടുതൽ മഹാദ്വാദശിക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു മാസത്തിൽ 2 ഏകാദശി എടുക്കുമ്പോഴും ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ആ പുണ്യമായ ദിവസം, ആ ദിവസം ഏകാദശിയായി, വൈഷ്ണവ ഏകാദശിയായി ആചരിക്കുന്നത്. അതായത് ഭൂരിപക്ഷ ഏകാദശിയായ ഉദയത്തിൽ ദശമി വരുന്ന ഏകാദശികൾ നമ്മൾ എടുക്കാറില്ല. അതുകൊണ്ടാണ് കലണ്ടറിൽ പലപ്പോഴും ഏകാദശിയായി കാണുകയും എന്നാൽ വീഡിയോയിൽ പിറ്റേ ദിവസം ഏകാദശിയായി പറയുകയും ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന്
വിശ്വസിക്കുന്നു. ആനന്ദപക്ഷ ഏകാദശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദയത്തിൽ ഏകാദശി ഉണ്ട്. ഇങ്ങനെയുള്ള പേരുകളൊക്കെ വരുമ്പോഴാണ് നിങ്ങൾക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. നമ്മുടെ മാധവത്തിലൂടെ കൃത്യമായ ഡേറ്റാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കൃത്യമായ ഏകാദശി തിഥി പറഞ്ഞു തരുന്നുണ്ട്. കൃത്യമായ ഹരിവാസര സമയം പറഞ്ഞു തരുന്നുണ്ട്. കൃത്യമായ പാരണാസമയവും പല പല സ്ഥലങ്ങളിലെ പാരണാസമയവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മളെപ്പോഴും വൈഷ്ണവ ഏകാദശിയായി ആചരിക്കുന്നത് നിങ്ങളീ പറഞ്ഞ ആ ഒരു ഏകാദശി അനുസരിച്ചിട്ട് ആനന്ദപക്ഷ ഏകാദശി തന്നെയാണ്. അതായത് ഉദയത്തിൽ ഏകാദശിയും പിന്നീട് മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ദിവസങ്ങൾ മാത്രമേ നമ്മൾ ഏകാദശിയായി ആചരിക്കാറുള്ളൂ. അങ്ങനെ വരുന്ന ഏകാദശിക്കാണ് വൈഷ്ണവ ഏകാദശി എന്ന് പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ആ സംശയം മാറി എന്ന് വിശ്വസിക്കുന്നു. ഉദയത്തിൽ ദശമിയുള്ള ദിവസങ്ങൾ, ഉദയത്തിൽ ദശമിയും കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഏകാദശിയും വരുന്ന ദിവസങ്ങൾ, അതായത് കലണ്ടറിൽ പലപ്പോഴും ഏകാദശി എന്നെഴുതി വെച്ചിരിക്കുന്ന ദിവസങ്ങൾ നമ്മൾ ഏകാദശിയായി ആചരിക്കാത്തതിൻ്റെ കാരണം ഇതാണ്. നിങ്ങൾക്ക് ഇനി യാതൊരു സംശയവും വരികയില്ല എന്നും വിശ്വസിക്കുന്നു. നമ്മുടെ മാധവത്തിലൂടെ ഒരു മാസം 2 ഏകാദശികളെ പറ്റി പറയുന്നുണ്ട്. ആ 2 ഏകാദശികളും ഉദയത്തിൽ ഏകാദശി ഉള്ള ഏകാദശികളാണ്. അതിനാണ് ഏകാദശി തിഥി ഞാൻ വളരെ കൃത്യമായി പറയുന്നത്. ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ദിവസമാണ് നമ്മൾ വൈഷ്ണവ ഏകാദശിയായി ആചരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഏകാദശിയുടെ തീയതികൾ പറയുന്ന സമയത്ത് വിദേശ രാജ്യങ്ങളിലെ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലെയൊക്കെ തന്നെ ഏകാദശിയുടെ ദിവസങ്ങൾക്ക് വ്യത്യാസം വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഏകാദശി, ആ ഏകാദശിക്കും പല പല സ്ഥലങ്ങളിലും ദിവസങ്ങൾക്ക് പോലും വ്യത്യാസമുണ്ടായിരുന്നു. അതിൻ്റെ കാരണം ഈ ഉദയത്തിലുള്ള ഏകാദശി തിഥിയുടെ വ്യത്യാസം കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. മാധവത്തിലൂടെ പറഞ്ഞു തരുന്ന ഏകാദശികളെല്ലാം തന്നെ നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കുന്ന ഏകാദശികളാണ്. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഭൂരിപക്ഷ ഏകാദശികളല്ല, ആനന്ദപക്ഷ ഏകാദശികൾ തന്നെയാണ്. അതായത് ഉദയത്തിൽ ദശമി ഇല്ല. നിങ്ങൾക്ക് സംശയങ്ങളെല്ലാം മാറി എന്ന് വിശ്വസിക്കുന്നു. നാമജപമാണ് ഏറ്റവും പ്രാധാന്യം ഉള്ളത്. എപ്പോഴും നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക, ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ടിരിക്കുക, പ്രാർത്ഥിക്കുക. അതാണ് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത്. പരമമായ മോക്ഷമാണ്. അതായത് ഇനി ജനിക്കേണ്ട, മരിക്കേണ്ട, ഭഗവാനിൽ ലയിക്കുക, ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിക്കുക. അതല്ലാതെ വീണ്ടും വീണ്ടും ജനിച്ച് വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്ത് വീണ്ടും വീണ്ടും എന്തിനാണ് ഈ കലിയുഗത്തിൽ ജനിക്കുന്നത്? അതുകൊണ്ട് പരമമായ മോക്ഷം അത് മാത്രമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം എന്ന് വിശ്വസിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാന്റെ കഥകൾ കേട്ട് നാമം ജപിച്ച് കഴിയുന്ന ഏകാദശികളെല്ലാം ഭഗവാനെ പ്രാർത്ഥിച്ച് എടുത്ത് മുമ്പോട്ട് പോവുകയാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഈ കാര്യത്തിലുള്ള സംശയം മാറി എന്ന് വിശ്വസിക്കുന്നു. നാമജപം അത് മാത്രമേ ഉള്ളൂ കലിയുഗത്തിൽ ഒരേ ഒരു രക്ഷ. ഹരേ കൃഷ്ണ.